ശബരിമലയിലെ സ്വർണ്ണപ്പാളി കള്ളക്കടത്തിൽ കടത്തിൽ വളരെ സുപ്രധാനമായ സിറ്റിംഗ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ദേവസ്വം ബെഞ്ച് വിഷയം പരിശോധിക്കുന്നു. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി പരിശോധിക്കുകയാണ്. അതിന്റെ തുടർച്ചയായി ദേവസ്വം SP സുനിൽകുമാറിനോട് കാര്യങ്ങൾ നേരിട്ട് ആരായുകയാണ്, വ്യക്തത വരുത്തുകയാണ് കോടതി. 2019 സ്വർണ്ണപ്പാളികൾ മറച്ചു വിറ്റിരിക്കാം എന്ന കണ്ടെത്തലിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന സംശയം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തുവരികയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഏത് തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നത് വളരെ പ്രധാനമാണ്. ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വെങ്കടേഷ് നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ SP ശശിധരൻ നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുമുണ്ട്. FIR ഇടുന്നത് ഏത് തരത്തിലായിരിക്കുമെന്ന കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം അല്പസമയത്തിനകം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഗിനും ശ്യാംപ്രസാദ് ഉത്തമനുമാണ് വിവരങ്ങളുമായി തുടരുന്നത്. രാഗിൻ, ഇത് ഓൺലൈനിലൂടെയുള്ള സിറ്റിംഗ് ആണ്. ഇപ്പോൾ രഹസ്യ സ്വഭാവത്തിലാണോ ഈ സിറ്റിംഗ് നടക്കുന്നത്? കോടതിയുടെ ഭാഗത്തുനിന്നുള്ള കമന്റുകൾ കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കോടതിയിൽ ഉദ്യോഗസ്ഥ നേതൃത്വത്തിലെ അന്വേഷണ പുരോഗതി വിശദീകരിക്കുന്നു എന്നതാണ്. അതായത് സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്. മാത്രമല്ല ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് ആ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നാണ്. നേരത്തെ ഈ കണക്കെടുപ്പിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വന്നു. കോടതി അത് ഓടിച്ചു നോക്കി. അതിനുശേഷം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് പേഴ്സണലായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുകയാണ്, ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുകയാണ്. അതിൽ ആ സീക്രസി ഉള്ളതുകൊണ്ട് തന്നെ, ആ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം ഇതിനോടകം വെളിവായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വളരെ ഗുരുതരവുമാണ്. സ്വാഭാവികമായിട്ടും SITയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള S ശശിധരൻ അടക്കമാണ് കോടതിയിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് SIT സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകും. ഇതിനിടയിൽ ദേവസ്വം ബോർഡും ഒരു പരാതി തന്നെ നൽകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഒരുപക്ഷെ FIR. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരിലെ ചിലരും കൂട്ടായി നിന്നുകൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത് എന്നതാണ്. 99 വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയിട്ടുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെങ്ങനെ 2019 ചെമ്പായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ നിന്ന് പോകുമ്പോൾ അത് സ്വർണ്ണമായിരുന്നു. ഇതിനിടയിലുള്ള 39 ദിവസത്തിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ടുകൊണ്ട് വിൽപ്പന നടത്തി എന്നതാണ് ബോധ്യമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ക്രിയേഷൻസിന്റെ മേധാവിയുടെ മൊഴി കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഇത് ചെമ്പാണ് തങ്ങളുടെ പക്കലേക്ക് വരുമ്പോൾ. മാത്രമല്ല അതിനധികം കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത് ചെമ്പായി തന്നെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ അന്ന് ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് ചെമ്പ് തെളിഞ്ഞു എന്നതാണ്. പക്ഷേ ഇത് വളരെ ബോധപൂർവമായിട്ട് ചെമ്പെന്ന് രേഖപ്പെടുത്തി പുതിയൊരു വസ്തു ആ രീതിയിൽ കൊണ്ടുപോയി അവിടെ സ്വർണം പൂശി തിരിച്ചു വന്നു. വീണ്ടും ഇപ്പോഴും പോയി സ്വർണം പൂശി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വർണം പൊതിഞ്ഞ 2019 ഈ പറയുന്ന ഗൂഢാലോചനയുടെ പ്രധാനപ്പെട്ട കാലം കടന്നുപോയിരിക്കുന്നത്. 2017 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിലാണ് ഗൂഢാലോചന എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും SITയെ സംബന്ധിച്ചിടത്തോളം അതിൽ FIR ഇട്ട് മുന്നോട്ട് പോകാം. എന്തായാലും അതിൽ കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും വളരെ സുപ്രധാനമാകും. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ പിടിച്ചതോടുകൂടിയാണ് നേരത്തെ മാതൃഭൂമി ന്യൂസ് അടക്കം ഇതിന്റെ ഓരോ അപ്ഡേഷൻസും ഓരോ ദിവസങ്ങളിലും കൃത്യമായി തന്നെ വെളിവാക്കി കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളടക്കം പുറത്തു വന്ന ഘട്ടത്തിൽ കോടതി കൂടി ഇതിന്റെ കാര്യത്തിൽ ഇടപെടുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ശബരിമലയിലെ ഈ വിവാദം ഉയർന്ന ഘട്ടത്തിൽ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പിടികളുടെയും മൂല്യമുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കാൻ കൂടി പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ദിവസം ജസ്റ്റിസ് KT ശങ്കരൻ അവിടെ മാറും. ഹൈക്കോടതിയെ നിയോഗിച്ച ജസ്റ്റിസ് നാളെ സന്നിധാനത്തേക്ക് എത്തുകയാണ്. കണക്കെടുപ്പ് തുടങ്ങാൻ പോവുകയാണ്. അതിനിടയിലാണല്ലോ കട്ടളപ്പാളിയിൽ അതിൽ പതിപ്പിച്ച സ്വർണം എവിടെയെന്ന ചോദ്യം ഉയരുന്നത്. ശബരിമല ശ്രീകോവിലെ വാതിലിൽ പതിപ്പിച്ചിരുന്ന സ്വർണം എവിടെയെന്ന ചോദ്യം വരുന്നത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അത് വിറ്റഴിച്ചു എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ ദേവസ്വം വിജിലൻസും എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനാ വിഷയമാണ് ഹൈക്കോടതിയുടെ മുന്നിൽ ഉള്ളത്. ശബരിമല കേസിൽ SITയുമായി ഹൈക്കോടതി നേരിട്ട് സംസാരിക്കുന്നതാണ് ഇപ്പോൾ കോടതി മുറിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരം. ശശിധരൻ, SITയിലെ SP ശശിധരൻ ഈ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് കോടതിയിൽ നിന്ന് പുതിയ അപ്ഡേറ്റ്. രാഗിൻ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ കോടതിയിലുണ്ട്. അദ്ദേഹവുമായി നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണോ?
ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എസ് ശശിധരനോട് കോടതി ഇക്കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് കോടതി ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ദേവസ്വം വിജിലൻസിനോട് കാര്യങ്ങൾ ചോദിച്ചു, ചില ക്ലാരിഫിക്കേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം ഇനി തുടർന്നുള്ള അന്വേഷണം നടത്തേണ്ടത് SIT ആണ്. ഹൈക്കോടതി രൂപീകരിച്ചിട്ടുള്ള SIT ആണ്. SITയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എസ് ശശിധരനാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഒരുപക്ഷെ SIT ഇനി സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങൾ SIT കോടതിയോട് ബ്രീഫ് ചെയ്യും. അതിൽ കോടതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യും. എന്തായാലും കോടതി മേൽനോട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളായി ഇപ്പോൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്, അതിലെ ഗുരുതര കണ്ടെത്തലുകൾ. ഇതോടൊപ്പം തന്നെ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള അന്വേഷണം എങ്ങനെ, അതിന് മറുപടി പറയേണ്ടത് SIT ആണ്. SIT ഇതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ്, അല്ലെങ്കിൽ അത് കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് തന്നെ വരും. കാരണം ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചന അടക്കം ഇതിന്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു വിഷയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ പലരും, ഇവരാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അടക്കമുള്ള മാനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്വേഷിക്കേണ്ടേ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ദേവസ്വം SIT ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളത്. എന്തായാലും SIT ഇതിൽ പ്രതിപട്ടികയിൽ സ്വാഭാവികമായിട്ടും ആരെ ചേർക്കും എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശശിധരനുമായി കോടതി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. SIT FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. FIRന്റെ ഒരു പരിധി, നിയമപരമായ സാധ്യത അത് കോടതിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയായിരിക്കും SIT FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണവുമായി മുന്നോട്ട് പോകുക. അതിന് ആധാരമായി മാറുന്നത് ശബരിമല വിജിലൻസ് നടത്തിയ അന്വേഷണമാണ്. ആ റിപ്പോർട്ടാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. വിജിലൻസ് SPയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SITയിലെ SPയുമായി കോടതി നേരിട്ട് സംസാരിക്കുന്നത്. ശ്യാം പ്രസാദ് കൂടി കോടതിയിൽ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്യാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നല്ലോ. അദ്ദേഹം നൽകുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ 2019 തന്റെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിച്ചത് ചെമ്പ് പാളിയാണ്, സ്വർണം പൂശാനായി എത്തിച്ചതാണ്. അപ്പോൾ അതിനു മുൻപുള്ള ഒരു 39 ദിവസം ഈ സ്വർണ്ണപ്പാളി കൈവശം വെച്ച 39 ദിവസത്തിനിടയിൽ തട്ടിപ്പ് നടന്നു എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി എത്രത്തോളം പ്രധാനമാണ് ദേവസ്വം വിജിലൻസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ? സ്വാഭാവികമായിട്ടും ആ മൊഴി വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അവിടെ ആ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവരുമ്പോൾ അത് ചെമ്പാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ 39 ദിവസക്കാലത്തെ ആ കാലതാമസത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഇനി ഒരു അന്വേഷണവും ഒരു കണ്ടെത്തലുമൊക്കെ വേണ്ടത്. ആ 39 ദിവസക്കാലം ആരുടെ പക്കലായിരുന്നു ഇത് എങ്ങോട്ടേക്കാണ് മറിച്ചത്, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരെണ്ണം എങ്ങനെ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു മോൾഡ് രൂപം പോലും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ഒരു സംശയമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു മോൾഡ് രൂപം തയ്യാറാക്കി അത് ചെമ്പിൽ തയ്യാറാക്കി പിന്നീട് കൊണ്ടുപോയി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂച്ചിയതാകാം എന്നത് തന്നെയാണ് നിലവിൽ ഇത് സംബന്ധിച്ച ഈ വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ശശിധരനുമായിട്ട് ഇപ്പോൾ ഹൈക്കോടതി സംസാരിക്കുന്നത്. ഹൈക്കോടതി ഇപ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥനുമായിട്ട് ഈ കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ കോടതി മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഈ SITയുടെ മുന്നോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം. അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് SITക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകി. ശബരിമല സ്വർണ്ണപ്പാളി കടത്ത് കേസിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ നിമിഷം ഉണ്ടാവുകയാണ്. മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട തെളിവുകൾ, വെളിപ്പെടുത്തലുകൾ, ദൃശ്യങ്ങൾ, അതിന്റെയൊക്കെ തുടർച്ചയായി ആ വിവരങ്ങൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചത്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അന്വേഷണത്തിന് SITക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകി എന്നതാണ് കോടതിക്കുള്ളിൽ നിന്നുള്ള വിവരം. രാഗിന്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പുതിയ വിവരങ്ങൾ? അതായത് അന്വേഷണവുമായി ഇനി മുന്നോട്ട് പോകേണ്ടത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ FIR ഇട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെയും ആളുകളെയും ഒക്കെ തന്നെ കോടതി നേരിട്ട് വിളിച്ച് അത്തരത്തിൽ അടുത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനൊരു സീക്രസി കൂടി ഉണ്ട്. മാത്രമല്ല ഈ ദേവസ്വം കണക്കെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ സീക്രസി പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. വളരെ സെൻസിറ്റീവ്
ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് വിശ്വാസപരമായി തന്നെ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇതിന്റെ ഓരോ നടപടികളും മുന്നോട്ട് നീക്കുന്നതെന്ന് ഈ കോടതി നടപടിക്രമങ്ങൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വിശ്വാസത്തിനടക്കം കോടികളുടെ വില ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മറിച്ചു വിൽപ്പന നടന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ആ റിപ്പോർട്ടിൽ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും SITയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരനാണ് കോടതിയിൽ വന്നത്. ആ കോടതി ശശിധരന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഉത്തരവിലുണ്ടാകും. അല്ലെങ്കിൽ കോടതി എന്തൊക്കെ കാര്യങ്ങളാണോ പറയേണ്ടത് ഓപ്പൺ കോർട്ടിൽ അത് സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗമായി തന്നെ വരും. ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ, അന്വേഷണം ഏത് തരത്തിലായിരിക്കണമെന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് SITയുടെ SPക്ക് ഹൈക്കോടതി നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എത്തുകയാണ്. ആ നിർദ്ദേശങ്ങൾ എന്താണ്, അതിന്റെ അന്വേഷണത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്, എത്രത്തോളം ഗൗരവത്തിലാണ് കോടതി ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ തുടർച്ചയായി SITക്ക് കൈമാറുന്ന അന്വേഷണം FIR ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത, അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഹൈക്കോടതി SITക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നത്.